ഗൾഫിൽ നിന്ന് വന്നത് പെണ്ണ് കെട്ടാനാന്ന് എനിക്കറിയാം. ഞാൻ ഗൾഫിൽ പോയി തന്നെ പെണ്ണ് കെട്ടാൻ വേണ്ടിയല്ലടാ. ഈ തവണ എന്തായാലും നിന്റെ കല്യാണം നടക്കണം. ഇന്ന് 10 മണിക്ക് അവള് കഫേ ചെല്ലാൻ പറഞ്ഞേക്കാം. ഞാൻ വന്ന എന്തായാലും നിന്റെ കല്യാണം നടക്കും. എടാ അവള് ഇതുവരെ എന്നെ കണ്ടിട്ടില്ല. എന്റെ പ്രായം അവൾക്കൊരു പ്രശ്നമാവും. ഗൾഫുകാരന് എന്ത് പ്രായം? നിന്റെ പൂത്ത കാശില്ലേ? അങ്ങനെ നമുക്ക് ഇപ്പൊ തന്നെ പോവാ. എടാ ആയിരിക്കണമെന്ന് തോന്നണേ. ശരത്തില്ലേ ഇങ്ങ് പോരെ. അവള് വിളിക്കണ്ടോ? കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കണം. ഞാൻ ഈ ഗ്ലാസ് വെച്ച് ഏത് പെണ്ണും വീഴും. വീഴും, നീ വീഴും. തട്ടിത്തടഞ്ഞു നീ പോയി വേണം സംസാരിച്ചേ. എനിക്കിഷ്ടായിട്ടോ. അങ്കിൾ അങ്കിളിനെ വിളിക്കൂ. എവിടെ പരിചയപ്പെടാൻ വിളിക്കൂ. ഇതല്ല അങ്ങളെ തന്നെ വിളിച്ചേ. ഞാനാ? അതാണല്ലോ ചെറുക്കൻ. ആൾ ഇൻട്രോവേർട്ട് ആണല്ലേ? അവനല്ല, ഞാനാ. അല്ല അറിയാം, ആളുടെ അങ്കിൾ അല്ലേ? ഞാൻ സത്യം പറയട്ടെ, ഞാൻ അങ്കിളല്ല. എനിക്ക് വലിയ പ്രായമില്ല, 35 വയസ്സേ ഉള്ളൂ. എന്റെ അച്ഛന്റെ പ്രായം. എന്റെ അച്ഛന്റെ കൂടെ പഠിച്ചാ ഇപ്പൊ എന്റെ പ്രായമുള്ള ഒരു മോളുണ്ടാവുമല്ലോ. പ്രഷർ കുറഞ്ഞു. ഒന്നുമില്ല. അങ്കിളെ നിന്നെ കണ്ണട വെച്ചേക്കുന്നേ. കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാ? അല്ല, അത് ഞാൻ സ്റ്റൈൽ വെച്ചത്. ചെറുക്കനെ കൊണ്ട് വിളിക്കും. ഞാൻ നിനക്ക് ചായ പറയട്ടെ? ചായ വേണ്ട, ഞാൻ ഷുഗർ കട്ടാണ്. അങ്കിളിന് ഷുഗർ ആണല്ലേ? അങ്കിളെ ഒരു നീ ഇന്ന് തന്നെ ദുബായിക്ക് ടിക്കറ്റ് വെക്കണം കേട്ടോ. എന്തിനാ അപ്പൊ നിന്റെ കല്യാണോ? ലോകത്ത് പെണ്ണിനെ ജയിക്കാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ ഒക്കെയാണ്. ഇനി നീ കണ്ണടച്ചോ? അവള് പറയാ അവളുടെ അച്ഛന്റെ പ്രായം എനിക്കുണ്ടത്. അവൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് പെണ്ണ് കിട്ടിയാ? ഇതൊക്കെ അപ്പൊ നീ ഞങ്ങളുടെ കല്യാണത്തിനല്ലേ? ഞാനില്ലടാ, ഞാനിനി ദുബായി ജീവിക്കാൻ പോകുന്നു. നീ ആരിലും ചോദിച്ചാൽ ഞാൻ അവിടെ പെണ്ണൊക്കെ ആയിട്ട് സുഖം ജീവിക്കാന്ന് പറ. അങ്ങനെയെങ്കിലും സമാധാനിക്കട്ടാ. മകനോ இந்த